വാക്കുകൾ പഠിക്കും മുമ്പ് ദൈവത്തിൻ്റെ മൗനം ധ്യാനിച്ച പുണ്യാത്മാവ്, വാക്യങ്ങൾ എഴുതും മുമ്പ് ദിവ്യകാരുണ്യത്തിൻ വാതിൽ തുറന്നിട്ട ധന്യൻ, ബലിപീഠത്തിനരികെ കൂടുവച്ചു സാന്നിധ്യലഹരിയിൽ സ്വയം മറന്നു, മുട്ടുകൾ താനേ മടങ്ങി നിത്യത ശ്വസനത്താളമായി. സ്വർഗം വിട്ടിറങ്ങാൻ ദൈവത്തോട് അവൻ പറഞ്ഞില്ല, എവിടെയും ദൈവ സാന്നിധ്യമായി അവൻ തിരിച്ചറിഞ്ഞു. അപ്പത്തിൻ്റെ മുറിവിലെഴുതപ്പെട്ട് സുവിശേഷം അവൻ വായിച്ചു. കാസയിൽ അനന്തമായ കരുണയുടെ രുചിയറിഞ്ഞു. മൗനത്തിൽ സകലം നേടിയ ഇടയൻ മുട്ടുകുത്തി മനുഷ്യനാകാൻ ശ്രമിച്ച ശ്രേഷ്ഠൻ, വരപ്രസാദം കൊണ്ട് മുഖപ്രസാദം നേടിയവൻ കുരിശു കണ്ടു. സ്വയം ശൂന്യനായ വ്യക്തി കുർബാന പോലെ നിസ്സാരനായവൻ, കുർബാന പോലെ നിസ്സാരനായവൻ, എല്ലാരിലും എത്താൻ ഒന്നുമില്ലാത്തവനായി. പാവങ്ങൾ കണ്ടത് രാജാവിനെ ആയിരുന്നില്ല, മുട്ടിന്മേൽ നിൽക്കുന്ന സക്രാരിയായിരുന്നു. യുവാക്കൾ പരിചയപ്പെട്ട തത്വങ്ങളായിരുന്നില്ല, കുർബാനയെ കണ്ടറിഞ്ഞ കരുണയായിരുന്നു. ജനഹൃദയങ്ങളിൽ വിദ്യ പകർന്നവനാരാധനയ്ക്കായി സഭയെ ഒരുക്കിയവൻ, കരുണയില്ലാത്ത വിദ്യാഭ്യാസം കതിരിടാത്ത ചെടിയെന്നറിഞ്ഞവൻ. സഹനത്തിലവൻ കുരിശിനോട് കയർത്തിയില്ല, കാരണം അതിനു കുർബാനയുടെ രൂപമായിരുന്നു. തെറ്റുധാരണകളും തളർച്ചകളും അവൻ പീലാസായിരുന്നു. അവിടെയായിരുന്നു അവന്റെ ജീവാർപ്പണം. വിശുദ്ധി വിജയമല്ല എന്ന് പജിപ്പിച്ചു, അത് സമർപ്പണവും വിട്ടുകൊടുക്കലും എന്ന് ബോധിപ്പിച്ചു. ധന്യനവിടുന്നു വിരൽ ചൂണ്ടുന്നു അൾത്താരയിലേക്ക്, പാവങ്ങളിലേക്ക്, പൈതങ്ങളിലേക്ക്, ആ വെളുത്ത ഗോളത്തിലേക്ക്. ദിവ്യകാരുണ്യത്തിൻ്റെ പുത്രൻ വിളിക്കുന്നു, കരങ്ങളിലെടുക്കാൻ കനിവോടെ വാഴ്ത്താൻ. കഥനമില്ലാതെ മുറിയാൻ, കണക്കില്ലാതെ കൊടുക്കാൻ, കാണാതെ അവനുമായി പ്രണയത്തിലാകാം.